2021 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഇറ. ഈ വണ്ടി 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് 4,85,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കുക. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണോ? നേരെ ഇങ്ങോട്ട് പോക്കോ? അതെ, ഈ വണ്ടിയാണ് 90 രൂപയ്ക്ക് കൊടുക്കുന്നത്. 90,000 വണ്ടിയാണത്. എല്ലാ എന്താ പറയുക, സ്റ്റീരിയോ സിസ്റ്റം, അതുപോലെ പവർ വിൻഡോസ്, 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. എല്ലാം ഫുള്ളി ഫങ്ഷൻ, എസിയും എല്ലാം പവർ സ്റ്റിയറിംഗും എല്ലാം പക്ക ഫങ്ഷനിങ് ആയിട്ടുള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെ, നല്ല ക്ലീൻ. നമുക്ക് 90,000 ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഏതൊക്കെ മോഡലാണ്? പിന്നെ നമുക്ക് 2010 വാഗണർ, അതിപ്പോ സ്റ്റോക്കിൽ പുറത്തേക്ക് പോയിരിക്കുകയാണ്. 2011 വാഗണറുണ്ട്. 2011 വാഗണർ LXI ആണ്. സെക്കൻഡ് ഓണർ, 92,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നതാണ്. ട്രൂവാലി കാറ്റഗറി വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ അത് ഗ്ലാസ്സെല്ലാം റീപ്ലേസ്, ഒറിജിനൽ ഗ്ലാസ് ആണ്, അതുകൊണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഗ്ലാസ് എല്ലാം ബ്രേക്ക് ചെയ്തിരിക്കാൻ, ഗ്ലാസ് എല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് 2,10,000 ലാസ്റ്റ് കൊടുക്കാം. എല്ലാം ഫിനിഷ്ഡ് ആണ്. ഒന്നുമില്ല, സ്ക്രാച്ചസ് ഒന്നുമില്ല വണ്ടിയിൽ. വണ്ടിയിൽ ഒരു സിംഗിൾ സ്ക്രാച്ചസ് പോലും ഇല്ല. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് വണ്ടി. ഇത് i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി നമുക്ക് 5 lakhs ലാസ്റ്റ് കൊടുക്കാം. 5 lakhs കൊടുക്കാം. സിംഗിൾ ഓണർ. നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് വരുമ്പോഴത്തേക്കും 2016 വാഗണർ VXI ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMG ടെക്നോളജി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 69,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് 4,05,000 ലാസ്റ്റ് കൊടുക്കും. ഈ വണ്ടി വരുമ്പോഴത്തേക്കും 2018 തന്നെ വണ്ടിയാണ്. 2018 CVT ആൽഫ എന്നുള്ള വേരിയന്റ് ആണ്. ബെലേനോ CVT ആൽഫ എന്നുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 39,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. നമുക്ക് 6,65,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ടോപ്പ് എൻഡ് വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേക്കും 2016 ലാസ്റ്റ് വണ്ടിയാണ്. 2016 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 51,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഈ വണ്ടി നമുക്ക് 375 ലാസ്റ്റ് കൊടുക്കാം. 390 ആണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. 375 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇത് വരുന്നത് ക്രേറ്റ ഓട്ടോമാറ്റിക്, ക്രേറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. SX എന്നുള്ള വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ്, സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടിയുടെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 10,50,000 രൂപയ്ക്ക് വണ്ടി ലാസ്റ്റ് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വരുമ്പോഴത്തേക്കും ഇന്നോവ 2014 V വണ്ടിയാണ്. ഇത് HR രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. പക്ഷെ NOC എടുത്ത് റീ രജിസ്ട്രേഷൻ ചെയ്ത് കോട്ടയം രജിസ്ട്രേഷനിൽ വണ്ടി കൊടുക്കും. ഇപ്പൊ നിലവിൽ HR സിംഗിൾ ഓണറായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ കോട്ടയം രജിസ്ട്രേഷൻ ആകുമ്പോൾ സെക്കൻഡ് ഓണർ. 1,19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. കംപ്ലീറ്റ് ഹിസ്റ്ററി, എല്ലാ 5,000 കിലോമീറ്ററും റെഗുലർ സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് നിലവിലൊന്നുമില്ല. പക്ഷേ ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. റീ രജിസ്റ്റർ ചെയ്ത് കോട്ടയം നമ്പറാക്കി ടാക്സ് അടച്ച് നമുക്ക് ഈ വണ്ടി 9,50,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 950 ലാസ്റ്റ് കൊടുക്കാം. ഒന്നുമില്ല, ക്ലീൻ പീസ് വണ്ടി. അലോയില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സ്, എന്താ പറയുക, സ്റ്റീരിയോ സിസ്റ്റം, ടച്ച് സ്ക്രീന് എല്ലാം ഉള്ള, എല്ലാ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. ഇനി വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അതിന്റെ പുറകിലുള്ള വണ്ടി അത് ഇന്നോവ ക്രിസ്റ്റ ആണ്. ഇന്നോവ ക്രിസ്റ്റ വരുമ്പോഴത്തേക്കും 2016 വണ്ടിയാണ്. ഇത് നിലവിൽ 1,47,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് GX എന്നുള്ള വേരിയന്റ് ആണ്. ഡീസൽ GX വേരിയന്റ് ആണ്. മാനുവൽ വണ്ടിയാണ്. ഇത് നമുക്ക് വണ്ടി ലാസ്റ്റ്
14,90,000 രൂപയ്ക്ക് നമുക്ക് കാര്യമുണ്ട്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്, പക്ഷേ കോട്ടയം രജിസ്ട്രേഷനിലേക്ക് റീ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണിത്. ഇതിലുള്ള മിക്ക വണ്ടി നീറ്റാണ്, നീറ്റും സ്ക്രാച്ചും കുറവായിരിക്കും. ഈ വണ്ടി വരുമ്പോഴത്തേക്കും i10 ഓട്ടോമാറ്റിക് ആണ്. സാധാ i10 ഓട്ടോമാറ്റിക് സ്പോർട്സ് എന്ന വേരിയന്റ് ആണ്. 68,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഈ വണ്ടി 2012 മോഡലാണ്. ഈ വണ്ടി നമുക്ക് 2,60,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് ആണ്. 3 lakhs വിലയാണ്, ഓഫർ പ്രൈസ് ആണ്. 2,60,000 രൂപയ്ക്ക് ഈ വണ്ടി ഇവിടെ വന്ന് 2,60,000 കൊടുക്കാം. ഓഫർ പ്രൈസ് കൊടുക്കുക ഈ വണ്ടി. അതെ. 2017 സ്പോർട്സ് മാനുവൽ i20 ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 54,000, 54,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് 5,30,000 പ്രൈസ് ചെയ്തിരിക്കുന്നത്. 5,20,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. ഇത് വരുമ്പോൾ 2015 SX എന്ന വേരിയന്റ് ആണ്. അത് എക്സന്റെ SX ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ പെട്രോൾ വണ്ടിയാണ്. കാപ്പ സീരീസ് എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 77,000 കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ വണ്ടി. പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോമാറ്റിക് AC, പിന്നെ എയർ ബാഗ്, ABS എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 3,50,000 രൂപയ്ക്ക് 3,15,000 രൂപയ്ക്ക് ലാസ്റ്റ് ഓഫർ പ്രൈസ് കൊടുക്കാം. 3,15,000 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടി 3,15,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2015 വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, മാനുവൽ, ഫുൾ ഓപ്ഷൻ SX മാനുവൽ പെട്രോൾ വണ്ടി, ക്ലീൻ പീസ് വണ്ടി. ഇത് അഡ്വാൻസ് ആയ വണ്ടിയാണ്. ഈ വണ്ടി അഡ്വാൻസ് ആയതാണ്. അതെ. ഇത് നമുക്ക് 2020-21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഗ്രാൻഡ് i10 നിയോസ് ഇറ. ഈ വണ്ടി 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത്. 4,85,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഈ വണ്ടി. ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് വണ്ടിയുണ്ട്. ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് 1,03,000 കിലോമീറ്റർ ഓടി ഈക്കോ. ഇതിനകത്ത് കാരിയർ, ഫുഡ് സ്റ്റെപ്പ്, വീൽ ക്യാപ്പ്, സ്റ്റീരിയോ സിസ്റ്റം, റെയിൻ ഗാർഡ്, അങ്ങനെയുള്ള എല്ലാ ആക്സസറി 25,000 ആക്സസറി ഫിറ്റഡ് ആണ് വണ്ടി. ഈ വണ്ടി നമുക്ക് നിലവിൽ 1,60,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് ആയിട്ടാണ് വിലയിട്ടിരിക്കുന്നത്. ഓഫറിൽ 1,40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് ഈ പുതിയ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. ഈക്കോ 7 സീറ്റ് നോൺ AC വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തെടുക്കാം. 2014 വാഗണാർ. 2014 വാഗണാർ സെക്കൻഡ് ഓണർ. 2014 വാഗണാർ LXI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 2,85,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ലാസ്റ്റ് 2,85,000 ലാസ്റ്റ് കൊടുക്കാം. ഇത് വരുമ്പോഴത്തേക്കും പോളോ 2017 വണ്ടിയാണ്. 2017 സെക്കൻഡ് ഓണർ. 41,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമുക്ക് 5 ലക്ഷം രൂപ, 4,40,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. 4,75,000 ഓഫർ പ്രൈസ് കൊടുക്കാം. സെക്കൻഡ് ഓണർ, 41,000 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പോളോ. നമുക്ക് സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിലൊക്കെ നമുക്കൊരു 75 അല്ലെങ്കിൽ 60-75,000 പേയ്മെന്റ് ഉണ്ടെങ്കിൽ, ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാലൻസ് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും നമുക്കൊരു 1 lakh താഴെ പൈസ, 1 lakh താഴെയുള്ള എമൗണ്ട് നമുക്ക് വണ്ടികൾ ഇറക്കി കൊടുക്കാം. ബാക്കി എമൗണ്ട് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 90,000 രൂപയുടെ വണ്ടികൾക്ക് ലോൺ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ട്. അതല്ല, 90,000 രൂപ മുതൽ തുടങ്ങുന്ന വണ്ടികൾ ഇവിടെ നിലവിലുണ്ട്. 90 രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട്. 90,000 രൂപയുടെ വണ്ടി ആയി കിടക്കുന്ന വണ്ടി സ്ഥിരമായിട്ട് വണ്ടിയുണ്ട്. ഈ റേഞ്ചിലുള്ള 1 lakh ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഇഷ്ടം പോലെ വരാറുണ്ട്. ഇവിടെ ഇപ്പൊ നിലവിൽ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു 3 വണ്ടി 1 lakh ബഡ്ജറ്റ് കിട്ടും. ഒരു വണ്ടി 85,000 രൂപയ്ക്ക് കിട്ടും. ഒരു വണ്ടി 80,000 രൂപയ്ക്ക് കിട്ടും. ഒരു വണ്ടി 1,05,000 രൂപയ്ക്ക് കിട്ടും. ഈ റേഞ്ചിലുള്ള വണ്ടികൾക്ക് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച 3-4 വണ്ടി ഉണ്ടായിരുന്നതാണ്. ഈ വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടിയും സെയിലായി. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ പർച്ചേസ് ഉള്ളൂ. ഇപ്പൊ നമുക്ക് ചെറിയ വണ്ടികൾ വന്നാൽ ഇവിടെ കിടക്കുന്ന ഈ വണ്ടി മാത്രമേ ഉള്ളൂ ചെറിയ വണ്ടികൾ. ക്വാളിറ്റി വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാത്തത്. എല്ലാ വണ്ടി ഇവിടെ ചെറിയ വണ്ടികളെല്ലാം ക്വാളിറ്റി വണ്ടികളാണ്. പിന്നെ നമ്മുടെ മോഡൽ കൂടിയ വണ്ടികളാകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള കമ്പനി സർവീസും കാര്യങ്ങളും ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടികളാണ് നമുക്ക് സെയിലുള്ളൂ.
സാധാരണക്കാർക്ക് ഒരു കാറിനുള്ള ആശ ഇവിടെ വന്ന് തീർക്കാം. തീർച്ചയായിട്ടും ഈ സാധാരണക്കാർക്ക് ഇപ്പൊ വരുന്ന ആൾക്ക് കുറച്ചുകൂടെ മോഡൽ കൂടിയ വണ്ടി വേണമെങ്കിൽ ഈ 90,000 മതി. അന്നേരം ബാങ്ക് ലോൺ ചെയ്ത് നമുക്ക് കൊടുക്കാം. എല്ലാ ഫെസിലിറ്റിയും. ലൊക്കേഷൻ വരുന്നത് നമുക്കൊരു പട്ടിത്താനം ജംഗ്ഷൻ ആണ്. പട്ടിത്താനം കാരിത്താസ് റൗണ്ടിന് അടുത്തായിട്ടാണ് ഷോറൂം.